പ്രിയമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിൽ മോഹൻ ബഗാന്റെ റിസർവ് ടീമിനോട് പരാജയപ്പെട്ട് പുറത്തായതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ വമ്പൻ മാറ്റങ്ങൾ തന്നെ വരുത്താനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാട്ട്ലയുടെയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെയും തീരുമാനം. അതിന്റെ ഭാഗമായി നിരവധി താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും നിലവിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. എന്നാൽ വിദേശ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങൾ തുടരും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല. മിലോസും അതുപോലെ തന്നെ പെപ്രയും എന്തായാലും ക്ലബ്ബ് വിടുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നോവ സുദോയ് മാത്രമാണ് ടീമിൽ തുടരും എന്നുറപ്പുള്ള വിദേശ താരം. അതുപോലെ തന്നെ ലൂണയുടെയും ജീസസിന്റെയും കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 19 ഫുട്ബോൾ ഇന്ത്യ എന്ന് പറയുന്ന മാധ്യമം ബ്ലാസ്റ്റേഴ്സിന്റെ ഏതൊക്കെ വിദേശ താരങ്ങൾ ക്ലബ്ബിൽ തുടരും എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുപോലെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഏതൊക്കെ വിദേശ താരങ്ങൾ ക്ലബ്ബിൽ തുടരും എന്നതിനെ പറ്റി ഇപ്പോൾ 19 ഫുട്ബോൾ ഇന്ത്യ പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ജീസസും അതുപോലെ തന്നെ ലൂണയും 50% ക്ലബ്ബിൽ തുടരാനും അതുപോലെ തന്നെ 50% ക്ലബ്ബ് വിടാനുമുള്ള സാധ്യതകളുണ്ട്. 50-50 ചാൻസ് ആണ് ഇപ്പോൾ നിലവിൽ കാണുന്നതാണ് 19 ഫുട്ബോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടരാനും തുടരാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നോവ ക്ലബ്ബിൽ തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ 19 ഫുട്ബോൾ ഇന്ത്യ പറയുന്നത്. അതുപോലെ തന്നെ മിലോസും പെപ്രയും ക്ലബ്ബ് വിടും എന്നവർ തീർച്ചയായും പറയുന്നുണ്ട്, ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും മിലോസും പെപ്രയും ക്ലബ്ബ് വിടും. അതുപോലെ തന്നെ നോവ ക്ലബ്ബിൽ തുടരും. ജീസസിന്റെയും ലൂണയുടെയും കാര്യം 50-50 ചാൻസ് ആണെന്നാണ് അവർ പറയുന്നത്. അവരുടെ കാര്യത്തിൽ ഇനിയും ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുക്കാനുണ്ട്. ഇതിൽ ജീസസ് ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് പ്രകടനം വെച്ച് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റ്ലയുടെ തീരുമാനം അദ്ദേഹത്തെ പുറത്താക്കാൻ തന്നെയായിരിക്കും. എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റ് ക്ലബ്ബുകളുടെ വിദേശ താരങ്ങളുടെ പുറത്താക്കലും അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മുംബൈ സിറ്റിയുടെ കാര്യത്തിൽ 5 വിദേശ താരങ്ങളിൽ 4 പേരെയും അവർ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ 19 ഫുട്ബോളിന്റെ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ബംഗളൂരുവിന്റെ 3 വിദേശ താരങ്ങളെ അവർ പുറത്താക്കും. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിന്റെ 5 വിദേശ താരങ്ങളിൽ 4 പേരെയും പുറത്താക്കും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ചെന്നൈയുടെ 3 വിദേശ താരങ്ങളെ അവർ പുറത്താക്കുമെന്ന് ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. കൂടാതെ ഗോവയുടെ 3 വിദേശ താരങ്ങളെ ഗോവ പുറത്താക്കും. അതുപോലെ തന്നെ ഹൈദരാബാദിന്റെ 5 വിദേശ താരങ്ങളിൽ 4 വിദേശ താരങ്ങളെയും അവർ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ 19 ഫുട്ബോളിന്റെ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ 6 വിദേശ താരങ്ങളെയും അവർ പുറത്താക്കും. അതുപോലെ തന്നെ പഞ്ചാബ് എഫ്സിയുടെ 5 വിദേശ താരങ്ങളെയും അവർ പുറത്താക്കും. അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ 2 വിദേശ താരങ്ങളെയാണ് പുറത്താക്കുക എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ജംഷഡ്പൂരിന്റെയും അതുപോലെ തന്നെ ഒഡീഷയുടെയും കാര്യം ഇപ്പോൾ വ്യക്തമല്ല എന്നും അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്താൽ ലൂണയ്ക്കും അതുപോലെ തന്നെ ജീസസിനും 50-50 ചാൻസും അതുപോലെ തന്നെ നോവ എന്തായാലും ക്ലബ്ബിൽ തുടരും. അതുപോലെ തന്നെ പെപ്രയും മിലോസും എന്തായാലും ക്ലബ്ബിൽ വിടുമെന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ദുസാലഗാത്തോറിന്റെ കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ദുസാലഗാത്തോറിന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും.